ഹലോ ഫ്രണ്ട്സ്, മഴനൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ഇല്ലാത്തതിൻ്റെ കുറവ് നല്ലപോലെ അനുഭവിക്കുന്നുണ്ട് വൈജയന്തിയും വീട്ടുകാരും ഒക്കെ. വൈജയന്തി ആണെങ്കിൽ വീട്ടിലെ ആഹാരം, രാവിലത്തെ കാപ്പിയും ഉച്ചയ്ക്ക് ചോറും ഒന്നും ഉണ്ടാക്കിയിട്ടങ്ങോട്ട് ശരിയാവുന്നുമില്ല. പിള്ളേർക്കാണെങ്കിൽ സമയത്തിനൊന്നും കിട്ടുന്നില്ല. കൃഷ്ണയാണെങ്കിൽ നല്ലപോലെ കൊടുക്കുന്നുണ്ട് വൈജയന്തിക്ക്. അലീന ചേച്ചി ഇവിടെയുള്ള സമയത്ത് അമ്മയ്ക്ക് തീരെ വിലയില്ലായിരുന്നല്ലോ, ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും വൈജയന്തി അല്ലേ, വിട്ടുകൊടുക്കോ? ഇളയ മോക്ക് നല്ല വഴക്കും പറയുന്നുണ്ട്. നീ നിൻ്റെ പാട് നോക്കടിയെന്നും പറഞ്ഞിട്ട് അവസാനം ആ കൊച്ചങ്ങ് പോവുകയും ചെയ്യാട്ടോ. നേരം വെളുത്ത് നമ്മുടെ സൗദാമിനിക്ക് ആഹാരമായിട്ട് കൊണ്ടു കൊടുത്തിട്ട് ദേ വരുന്നമ്മേ കൈയെല്ലാം കഴിക്കാനായിട്ട് മൂത്ത മുളയ ബബിതേനെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്നില്ല, അവിടെ എങ്ങാണ്ട് നിന്ന് ബാങ്കിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വൈജയന്തി. കഴിച്ചു കഴിഞ്ഞ് കൈ ഉണങ്ങിയിട്ടും ഇച്ചിരി വെള്ളം കൊണ്ടൊന്ന് കൈ കഴിക്കാൻ ആരുമില്ല. അവസാനം സൗദാമിനെ അവിടെ കിടന്ന് വിളിക്കാൻ തുടങ്ങി, ഓരോരുത്തരുടെ പേരെടുത്ത്. വൈജയ് ഇനി വന്നേ, കൃഷ്ണേ, ബബിതേ, ആരെങ്കിലും ഉണ്ടോ എൻ്റെ കൈയൊന്ന് കഴിക്കാനായിട്ട് എന്ന്. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് ബാലചന്ദ്രൻ കയറി വരും കേട്ടോ. ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അവരാരും അവിടെ ഇല്ലേന്ന്. ഓ, അമ്മയുടെ മോളെ കാര്യം പിന്നെ പറയണോ? ഇന്ന് അവധി ദിവസമാണെങ്കിലും അവൾ അവിടുത്തെ ബാങ്കും കൂടെ പൊക്കി പിടിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനി നാളെ രാവിലെ തിരിച്ചു പോകുമ്പോഴേ ആ ബാങ്ക് അവിടെ കൊണ്ട് വെക്കും. അറിയാലോ അമ്മയ്ക്ക്. എത്ര നേരമായി എന്നറിയോ എനിക്ക് ആഹാരം തന്നിട്ട് പോയിട്ട്. ഇത് കണ്ടോ ബാലചന്ദ്രൻ, എൻ്റെ കൈയെല്ലാം ഉണങ്ങിത്തുടങ്ങി. പിന്നെ എത്ര നേരം കൊണ്ട് ഞാൻ കൃഷ്ണയും ബബിതയൊക്കെ വിളിക്കുന്നത്. പിള്ളേരൊന്നും ഇല്ലേ? ഇന്ന് സ്കൂളും കോളേജൊന്നും ഇല്ലാത്തതാണല്ലോ, എന്നിട്ടും ആരെയും കണ്ടില്ലല്ലോ. അവരുടെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ട? കൈ കഴുകണം. ഞാൻ കപ്പിൽ വെള്ളം എടുത്തിട്ട് വരാം. അയ്യോ, മോനെ ബുദ്ധിമുട്ടിക്കാനൊന്നും എനിക്ക് വയ്യ. ഇവിടെ എൻ്റെ ഒരു മോളുണ്ടല്ലോ, അവളെ ഇനി വിളിച്ചാൽ മതി. അതിനെന്താ അമ്മേ, ഞാനെ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ടൊന്നും ജനിച്ചവനല്ല. ഞാൻ സാധാരണക്കാരനായിട്ട് ജനിച്ചവനാണ്. അത് അമ്മയ്ക്ക് അറിയാമല്ലോ. പിന്നെ എന്താ, ഇങ്ങോട്ട് എടുക്കുക എന്നും പറഞ്ഞ് ആ പ്ലേറ്റും കയ്യിൽ വാങ്ങി കൈ കഴുകാനായിട്ട് ഒരു കപ്പ് വെള്ളമായിട്ട് സൗദാമിനി കൊണ്ട് കൊടുക്കുക. കഴുകാണ് കേട്ടോ. എന്നിട്ട് പ്ലേറ്റൊക്കെ കഴുകി വയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ സൗദാമിനിക്ക് അത് കാണുമ്പോൾ വിഷമാവുന്നുണ്ട്. ഇത് കണ്ടിട്ട് അപ്പോൾ ഉടനെ ബാലചന്ദ്രനോട് പറയുക, പാവം ആ അലീനെ കൊച്ച് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു, ഒന്നും അറിയണ്ട, കണ്ടും അറിഞ്ഞും അവളെല്ലാം ചെയ്തോളും. ആരും ഒന്ന് വിളിക്കുകയും വേണ്ട, ബഹളവും വെക്കണ്ട. 2 ദിവസം ആ കൊച്ചങ്ങോട്ട് മാറി നിന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞില്ലേ? ഇപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ? ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ഇവിടെ ആരുമില്ലാത്ത സ്ഥിതിയായത്. അപ്പോഴാണ് വൈജയന്തി കയറി വരുന്നത്. മുറിക്കാത്ത വന്നപ്പോൾ അമ്മയുടെ മുറിയിൽ ബാലചന്ദ്രൻ. പിന്നെ പറയണോ, എന്തിനാ ബാലചന്ദ്ര ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇപ്പം അങ്ങനെയായി ചോദ്യം. നീ നിൽക്കേണ്ടടുത്ത് നീ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ സ്ഥാനത്ത് ഞാൻ നിന്നെന്നും വരും. മനസ്സിലായോ? അതെന്താ ബാലചന്ദ്ര അങ്ങനെ പറയണത്? കടങ്കഥ പറയുന്നു. നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. പിന്നെ അമ്മ എത്ര സമയമായി ഇവിടെ ആഹാരം നീ കൊടുത്തിട്ട് പോയിട്ട്? കൈ കഴിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിക്കുക കേട്ടോ. ഞാനേ അപ്പുറത്തേക്ക് മാറി നിന്ന് ഫോൺ ചെയ്യായിരുന്നു, ബാങ്കിൻ്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടതാ. ശരി, എന്നാൽ ഞാൻ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ അകത്ത് കയറി വന്ന വൈജ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ ബാലചന്ദ്രനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്? ഞാനാണോ വിളിച്ച് വരുത്തിയത്? ഞാൻ എത്ര നേരമായിടി നിങ്ങളെയൊക്കെ മാറി മാറി വിളിക്കുന്നു. എൻ്റെ ശബ്ദം കേട്ടിട്ട് അവനാ ഇങ്ങോട്ട് വന്നത്, അല്ല ഞാൻ ആരെയും വിളിച്ചിട്ടല്ല. പിന്നെ കൈ കഴിക്കണമെന്ന് നിനക്കറിയില്ലായിരുന്നോ? ഞാനിവിടെ ബബിതയെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. എടി ബബിതേ, ഇങ്ങോട്ട് വാടി. എടി ബബി, നിന്നോടല്ലേ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ. എന്താ അമ്മേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ കൈയൊക്കെ കഴിക്കണമെന്ന്? ഞാനത് കൃഷ്ണയോട് പറഞ്ഞു. അത് ശരി, നിന്നെ ഞാൻ ഏൽപ്പിച്ച കാര്യം ഉത്തരവാദിത്തോട് ചെയ്യാത്ത നീ വേറൊരാളെ ഏൽപ്പിച്ചു അല്ലേ? ഇപ്പം എന്താ വേണ്ട? കൈ കഴിക്കാൻ വെള്ളം വേണോ? സൗദാമിനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് പറയാം കൊച്ചുമോളോട്, നീ ഇനിയിപ്പോൾ വെള്ളമൊന്നും ഉണ്ടാക്കണ്ട, നീ മര്യാദയ്ക്ക് പോ. ശരി, വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് അവളും അങ്ങോട്ട് പോവുക. എന്നിട്ട് വൈജയനോട് പറയാം, കണ്ടില്ലേ ഇവിടെ ഒരുത്തി മാറി നിന്നപ്പോൾ എൻ്റെ അവസ്ഥ. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ഇനി എനിക്ക് ആഹാരത്തിന് ശേഷമുള്ള ഗുളികയുണ്ട്, എടുത്ത് തരാൻ പറ്റുമോ നിനക്ക്? അതൊക്കെ ഞാൻ എടുത്തുതരാം എന്നും പറഞ്ഞ് അങ്ങനെ പോവാട്ടോ. പക്ഷേ രാവിലെ തന്നെ അലീനയും രേവതി കുട്ടിയും കൂടെ ചിന്നുകുട്ടിയെ കാണാനായിട്ട് പോകാൻ ഇറങ്ങുക. താഴെ വന്ന് ഇറങ്ങി നിന്നിട്ട് ഗ്രേസമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, ആൻറ്റി ഞങ്ങൾ ഇറങ്ങുക. അയ്യോ പോവല്ലേ, ഞങ്ങളും വരുന്നുണ്ട്. എങ്ങോട്ടാ? ഞങ്ങൾക്ക് ആലപ്പുഴ വരെ പോകണം. നീ പോകുന്ന വഴി നിങ്ങളൊരു കാര്യം ചെയ്തു, വണ്ടി കയറിക്കോ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് തരാം വഴിയിൽ, എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ബസ്സിൽ കയറി പൊക്കോന്ന് പറയാം. അപ്പോൾ അത് രേവതിക്കുട്ടിക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവർ കറങ്ങാൻ പോകുമ്പോൾ കൂടെ രേവതിയും കൊണ്ടുപോകാറുണ്ട്. അവരുടെ കൂടെ പോകാൻ രേവതിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇന്നിപ്പോൾ ചിറ്റിനും കൂടെ പോകുന്ന കാരണം ഇവരുടെ കൂടെ പോകാനും പറ്റില്ല. അപ്പോൾ അവരോട് പറയാ, അതെ ആൻറ്റി, ഈ ഒരു ടൂർ നിങ്ങൾക്ക് വേറൊരു ദിവസത്തേക്ക് വെച്ചാൽ പോരെ? അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം. പക്ഷേ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ 2 പെൺകുട്ടികളും കൂടെ കൊല്ലം വരെ ഒറ്റയ്ക്ക് ബസ്സിൽ വിട്ടാൽ ശരിയാവില്ല. തിരിച്ച് വരുമ്പോൾ രാത്രിയാവും. അതിനേക്കാൾ നല്ലത് നമുക്ക് തന്നെ അവരെ കൊണ്ടുവിട്ട് തിരിച്ചു കൊണ്ടുവരാം കാറിൽ. അതായിരുന്നു ഉദ്ദേശം. രേവതിക്കത് മനസ്സിലാവാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട്
അലീന പറയാ, സാരമില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി പൊക്കോളാന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, വന്നേ, ഞങ്ങൾ വഴിയില്ലെങ്കിലും ഇറക്കി വിട്ടുതരാമെന്ന്. അങ്ങനെ ആലപ്പുഴയൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം കഴിഞ്ഞ് പോകുമ്പോൾ അകത്തിരുന്ന അലീനയും രേവതിയും പറയുന്നുണ്ട്, മാമച്ചനങ്ങളെ ആലപ്പുഴയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യുക? ആ, അത് ശരിയാണല്ലോ, സ്ഥലം എത്തിയത് ഞാൻ അറിഞ്ഞില്ല, നിങ്ങളാരും പറഞ്ഞതുമില്ല, ഇനിയിപ്പോൾ എത്ര കിലോമീറ്റർ തിരിച്ചു പോകണം? ആ, എന്തായാലും ഇത്രയും ദൂരം മുന്നോട്ട് വന്നില്ലേ, നമുക്ക് കൊല്ലം വരെ പോവാം, പോയി നിങ്ങളെ അവിടെ ഇറക്കിയിട്ട് നമുക്ക് തിരിച്ച് പോണ വഴിക്ക് ആലപ്പുഴ ഇറങ്ങാം എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് കാര്യം പിടികിട്ടി, ഞങ്ങളെ കൊണ്ടുവരാനുള്ള അടവായിരുന്നു എന്നുള്ളത്. അങ്ങനെ അവൾ വഴിക്ക് വെച്ചിട്ട് രേവതിക്കുട്ടിയും അലീനയും കൂടെ നമ്മുടെ ചിന്നിക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പാവയും ഡ്രസ്സുകളും ഒക്കെ വാങ്ങിച്ചിട്ടാണ് നേരെ അവിടെ ത്യാഗഭവനത്തിലേക്ക് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സിസ്റ്റർ ഇറങ്ങി വന്നിട്ട് പറയാം, ആ, അത് ഇവിടെ നേരത്തെ ഇരുന്ന മെയിൻ സിസ്റ്റർ ഉണ്ടല്ലോ, അവർ ഇപ്പം ഇല്ല, അവർ മാറിപ്പോയതിന് പകരം വേറൊരാളുണ്ട്. ആ, ശരി, എന്നാൽ അത് മതി, നമ്മൾ പരിചയപ്പെട്ടവളാണ്. ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ വന്നവരെല്ലാവരും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരിചയപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇവിടെ വന്ന ചിന്നുകുട്ടി എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നും ഓരോ കുട്ടികളുടെയും നിങ്ങൾ ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ടവരെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അലീന അവരോട് പറയുന്നുണ്ട്, ഇത് ഞാൻ എറണാകുളത്തിന് ഒരു എറണാകുളത്താണ് ഇവർ താമസിക്കുന്നത്, ഞാൻ കോട്ടയത്താണ്, അവിടെ ഒരു വയസ്സായ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ രേവതിക്കുട്ടി നോക്കുന്ന ആൻറ്റിയും അങ്കിളുമാണ്. അവർ അന്ന് അവിടെ വന്ന് എഗ്രിമെൻ്റൊക്കെ എഴുതി ഒപ്പിട്ടിട്ട് പോയത് ഒരു ജോലിക്കാരി വേണമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ രേവതി അവർ ദത്തെടുത്ത മോളെ പോലെയാണ് നോക്കുന്നത്. ഓ, അത് ശരി, അപ്പോൾ നിങ്ങൾ നല്ല മനസ്സിനുടമയാണല്ലോ. ഓ, ഒരുപാട് നന്ദി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഞാൻ എപ്പോഴും ഉൾപ്പെടുത്തും. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഉള്ള ആൾക്കാരെ കണ്ടുകിട്ടാൻ വലിയ പാടാണ്, എന്നാലും സ്വന്തം മക്കളെപ്പോലും നിങ്ങൾ സ്നേഹിക്കണില്ലേ ആ കുട്ടിയെ, വളരെ നല്ല കാര്യം. പിന്നെ ഞങ്ങൾ ചിന്നിക്കുട്ടീനെ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ചിന്നുകുട്ടി നിങ്ങൾ പോയി കണ്ടോളൂ. അങ്ങനെ അലീനയും രേവതിയും കൂടെ ചിന്നുവിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുക കേട്ടോ. അപ്പോൾ മാമച്ചനോടും ഗ്രേസമ്മയോടും അവിടെ ഇരിക്കാൻ പറയുക. അതിനിടയ്ക്ക് സിസ്റ്റർ ചോദിക്കുക, നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ, ആരൊക്കെയാണ് ഉള്ളതെന്ന്. മാമച്ചൻ പറയാനുണ്ട്, എനിക്കൊരു മോനുണ്ട്, 4 വർഷമായിട്ട് മരിച്ചു, ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. ഒരു മോളും ഉണ്ട്, മോളിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ്, കർത്താവിൻ്റെ മണവാട്ടി വേഷം സ്വീകരിച്ച് നിങ്ങളെപ്പോലെ തന്നെ കന്യാസ്ത്രീയാണ്, നമ്മളെ കൂടെ അല്ല. ഓ, അത് ശരി. അങ്ങനെ അവർ സംസാരം നീണ്ടു നിൽക്കുമ്പോൾ അവരോട് സിസ്റ്റർ ചോദിക്കുക, നിങ്ങൾക്ക് ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുക്കട്ടെ? അപ്പം മാമച്ചൻ പറയുന്നുണ്ട്, വേണ്ട, ഒന്നും വേണ്ട, അതെങ്ങനെ ശരിയാവും, 3-4 കിലോമീറ്ററല്ലേ നിങ്ങൾ കാറോടിച്ച് ഇവിടം വരെ വന്ന്, ഇത്രയും ക്ഷീണിച്ച് ഇവിടം വരെ വന്നു കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാതെ വിടുന്നത് ശരിയാണോ? നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞ് പോവുക. ഈ സമയത്ത് ചിന്നിക്കുട്ടിയെ കാണാൻ പോയ അകത്ത് ചെല്ലുന്ന രേവതിക്കുട്ടിയും അലീനയും ആകെ അന്തം വിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കാരണം ചിന്നിക്കുട്ടി ഭയങ്കര പരിഭവത്തിലാണ്. രണ്ടുപേരെയും ആലുവാപ്പുറത്ത് മണപ്പുറത്ത് വെച്ച് കണ്ട ഒരു പരിചയം പോലും ആ കുട്ടി കാണിക്കണില്ല. ദേഷ്യവും സങ്കടവും ഒക്കെ ഉള്ളിലൊതുക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അന്ന് ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയതല്ലേ, സ്റ്റാറും മുട്ടായിയും കേക്കും ഒക്കെ വാങ്ങി വരാമെന്ന് പറഞ്ഞ് പലതവണ ഇവരെ സ്വപ്നം കാണുകയും ചേച്ചിയെ പോലെ കാണുന്നവരുടെ പുറകിലെല്ലാം ഓടി നടക്കുകയും ഒക്കെ ചെയ്ത് ആ വീട്ടിൽ നിന്ന് ത്യാഗഭവനത്തിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പോലും ഉണ്ട് ചിന്നക്കുട്ടി. ഒരു വണ്ടിയുടെ മുന്നിൽ എടുത്തു ചാടി അത്രത്തെ മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ടിരുന്ന കുഞ്ഞു ആവയല്ലേ. ഇത്രയും ദിവസം അവരെ ഇട്ടിട്ട് പോയത് കൊണ്ട് തന്നെ അവരെ കണ്ടപ്പോൾ ഒരു മൈൻഡേ ചെയ്യുന്നില്ല. പിണക്കത്തോടുകൂടി മാറി നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ അലീനയ്ക്കും രേവതിക്കും ഭയങ്കര സങ്കടമാവും കേട്ടോ. ചിന്നു ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചതായിരുന്നു, അതൊന്നും നടന്നില്ല. അങ്ങനെ അവർ സങ്കടത്തോടെ നിൽക്കുക കേട്ടോ. എപ്പിസോഡ് തീരാ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.